അങ്ങനെ ഈ ഒരു ട്രിപ്പോട് കൂടി നമ്മുടെ സമ്മർ അങ്ങട് അവസാനിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു സമ്മർ തീർന്ന് ഇനി വീണ്ടും തണുപ്പ്, ഫാളും മഞ്ഞൊക്കെ വരാൻ പോവാ. അപ്പം അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോവാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്, എല്ലാം കണ്ട് തീർക്കാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ക്യുബെക്ക്. അവിടെ ഞാൻ പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊരു ഫ്രഞ്ച് കോളനിയാണ്. അവിടെ എല്ലാം ഫ്രഞ്ചിലാണ് എഴുതി വയ്ക്കുക. ആളുകൾ മുഴുവൻ ഫ്രഞ്ചാണ് സംസാരിക്കുക. റെസ്റ്റോറൻറ്റിൽ പോയാലും നമുക്ക് ഫ്രഞ്ചിലാണ് എല്ലാം എഴുതി വയ്ക്കുക പറയാമെന്നൊക്കെ. അപ്പം അത് ഒന്ന് കാണാൻ വേണ്ടി, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. നമ്മൾ പോയി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. നല്ലൊരു കിടുക്കാച്ചി ഷാലറ്റ് എന്നാട്ടോ നമ്മൾ ആ എടുത്ത സംഭവത്തിന് പറയാം. നമ്മുടെ നാട്ടിലെ റിസോർട്ട് എന്നൊക്കെ പറയണ പോലെ ഒരു വലിയൊരു നൈസ് വീടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. നല്ലൊരു ലോണിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കളറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി നടന്ന്, എന്താ അതിന് പറയുക, ഒരു ഹാങ് ഗ്ലൈഡർ പോലത്തെ ഒരു സംഭവം, ഒരു പെട്ടിക്കാറിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമ്മൾ ആ സാധനത്തിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ മുഴുവൻ സ്ഥലം ഇങ്ങനെ മോളീന്ന് ഇങ്ങനെ കാണാം. അതൊരു അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരും വഴി ഓട്ടവയാണോ ഒട്ടാവയാണോന്നറിയില്ല, ഒട്ടാവ കയറി അതും കണ്ടു. അങ്ങനെ നമ്മുടെ പാർലമെൻറ്റ് സംഭവം കലാപരിപാടികളൊക്കെ കണ്ട്, ഈ തീ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണ് തീ പോണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ആകെയുള്ളൊരു പ്രത്യേകത എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇവരെയൊക്കെ ഇവരുടെ ഉള്ളിലുള്ള സ്കില്ലൊക്കെ പുറത്തെടുത്ത് വിറകൊക്കെ വെട്ടി ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് ഫുഡൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോന്നു.